നമ്മൾ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യലുണ്ട്, ഈ ഡ്രോണിൻ്റെ വീഡിയോ ഏറ്റവും കൂടുതൽ ലെങ്ത്തിൽ പറത്തിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ പ്രവാസികൾക്ക് കാണാമല്ലോ ഇപ്പോൾ റോഡിൻ്റെ പണി ഇവിടെ എത്തിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഏരിയൽ വ്യൂ കാണുമ്പോൾ അറിയാം അപ്പോൾ കൂരിയായിട്ട് കുറച്ച് വർക്ക് ബാക്കിയുണ്ട്, കക്കാട് വർക്ക് നടക്കാണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലീവൊക്കെ എടുത്തുകൊണ്ട് ഈ NH വരലുണ്ട്. ഒരിക്കലും ഇതേമാതിരി ഇവിടെ വന്ന സമയത്ത് പാലച്ചിറമാട് കട്ട കെട്ടുണ്ട്. അപ്പോൾ 27 വരി ലൈനിൽ കട്ട കെട്ടിയുണ്ട്. അപ്പോൾ കട്ട കെട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായി, പാടാണ് അപ്പുറം സൈഡിൽ. അപ്പോൾ ചെറിയൊരു ഫൗണ്ടേഷനെ കൊടുത്തിട്ടുള്ളൂ, ഒരു കമ്മട്ടം ചെറിയ നമ്മളുണ്ടല്ലോ ഈ മതിൽ കെട്ടുമ്പോണ്ടല്ലോ ഒരു ബെൽറ്റ് കൊടുക്കണേ, ആ ലെവലിൽ കൊടുത്തുകൊണ്ട് അങ്ങനെ പൊന്തിച്ച് വരുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, ഓല് പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടാണെങ്കിൽ ഓല് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കംപ്രസിങ് സ്ട്രെങ്ത്ത്, അതേപോലെ തന്നെ ലോക്കിങ് കട്ടാണല്ലോ, നെറ്റിടുണ്ട്, ഇതൊക്കെ ഇട്ടുകാണ്ട് സെറ്റപ്പ് ആക്കി പഠിച്ചു വന്ന ആൾക്കാരാണ്. അപ്പോൾ ഓല് പറയുകയാണ് ഇത് പാടത്തായാലും പറമ്പിലായാലും ഈ സാധനം പോകില്ല എന്ന് പോലെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടി എന്താണെന്ന് അറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ ഈ ചുറ്റുമതിൽ കെട്ടാനൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെങ്കുത്തായ പറമ്പിലൊക്കെ ഒരു മതിൽ കെട്ടുകയാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ഏകദേശം 2 മീറ്റർ ഹൈറ്റ് പൊക്കുകയാണെങ്കിൽ ഈ ഫൗണ്ടേഷൻ സ്റ്റാർട്ടിങ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയോ, 3 അടിയിൽ നിന്ന് ഒരു കല്ലിലേക്ക് കൊണ്ടുപോയി ക്രോസ് ആക്കിയിട്ട് അത് 2 മീറ്റർ പൊക്കാനുള്ള അവസ്ഥയിൽ അങ്ങനെ നമ്മൾ എത്ര സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പൈസ ഇവിടുത്തെ ക്ലൈൻറ്റിനൊക്കെ എക്സ്പെൻസ് വരികയാണ്. പക്ഷേ ഇവിടെ അതൊക്കെ ഈ കൂരിയാടനെ നോക്കുകയാണെങ്കിൽ 3 നില ബിൽഡിങ് 3 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട് ആ പാടെ ഒരു കട്ടക്ക് വീതിയിലാണ്. അപ്പോൾ നമുക്കൊരു സംശയം പേടിയെന്നല്ലേ. പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവരെ ഏക ഒരു സംഭവം നേക്കം തച്ചിക്കുകയാണെങ്കിൽ ഇവർ 3 വരി പടുക്കും, പിന്നെ എന്ത് ചെയ്യും അതിൻ്റെ ബാക്കിൽ മണ്ണ് കൊണ്ടുപോയിടുമ്പോൾ ആ റോളർ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, സെറ്റാണ്. പക്ഷേ വേറെ കുഴപ്പമുണ്ട്, ഇവരിപ്പോൾ ഇതിൻ്റെ മുകളിൽ ധാരിങ് ചെയ്യാതെ ഇത് എത്രത്തോളം മുകളിൽ ലെവൽ പൊക്കാണ്ട് അത്രയും ലെവൽ പൊക്കിക്കാണ്ട് നിർത്തി വെച്ചിക്കാണ്ട് അവിടെ മഴ കൊള്ളിച്ചോക്കട്ടെ, 2-3 മഴ കൊണ്ടുകഴിഞ്ഞാൽ എത്ര റോളറിട്ട മണ്ണാണെങ്കിലും ഭൂമിക്ക് വെള്ളമിറങ്ങും, അപ്പോൾ ഇതെല്ലാം കണകുണായി മാറും. പക്ഷേ നമ്മൾ ആശ്വാസം എന്താണ്, ഇതിൻ്റെ മുകളിൽ നമ്മൾ പെരക്ക് ഇപ്പോൾ ലീക്ക് വരുമ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്യില്ലേ, എങ്ങനെ അതിൻ്റെ മുകളിൽ ക്രാക്ക് വന്നാൽ വാട്ടർ പ്രൂഫ് ചെയ്താൽ തീർക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ മണ്ണിട്ടെൻ്റെ മുകളിലത്തെ ഒരു വാട്ടർ പ്രൂഫാണ് എന്തെന്ന് അറിയോ, 7-8 ഇഞ്ച് കനത്തിൽ ഡാറിങ്. അപ്പോൾ എന്താണ് ഈ ഡാറിങ്ങിൻ്റെ മുകളിൽ വെള്ളം നേരെ ഒരു സ്ലോപ്പും കൊടുത്തിരിക്കണ പോലെ അതുകൊണ്ട് ഒലിച്ചു പോയിക്കാണ്ട് ആ ക്രാഷ് ബാർ മറ്റേ പാരപ്പറ്റുമ്പോൾ തട്ടിക്കാണ്ട് ഓട്ടയിൽ കൂടെ വെള്ളം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. സംഭവത്തിന് കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം, ഈ കട്ട കൂരിയാട് ഇപ്പോൾ ഒരു കട്ട പൊളിഞ്ഞ് നേരിച്ചിട്ട് ഇപ്പോൾ കട്ട വെച്ചുകാണ്ട് ഓടൊക്കെ കെട്ടിക്കണം, അവിടെ മൊത്തത്തിൽ പ്രശ്നത്തിലായി നിൽക്കണമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഏറ്റവും ഡേഞ്ചർ ടാസ്ക് വന്നിട്ടുണ്ട് ഈ മലപ്പുറം റീച്ചിലെ KNRCക്ക്. ബാക്കി ഇപ്പോൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ കേരളത്തിൽ കൂടെ പോണ ഈ റൂട്ടിൽ പല കമ്പനിക്കാരാണ് വർക്ക് ഏറ്റിക്കുന്നുണ്ട്. ഇപ്പോൾ KNRCൻ്റെ റീച്ച് എന്ന് പറഞ്ഞാൽ ഇടിമീക്കിൽ ഒട്ടിക്കാണ്ട് ഇവിടെ എന്നറിയോ കുറ്റിപ്പുറം വരെ 84 കിലോമീറ്റർ ഉണ്ട്. ഈ 84 കിലോമീറ്ററിൽ ഇപ്പോൾ നമ്മൾ നിൽക്കണ ഈ കൂരിയാട് മാത്രം നോക്കുകയാണെങ്കിൽ കുളപ്പുറം ഒരു എന്ത് വരുന്നുണ്ടെന്ന് അറിയോ, ഒരു ഓവർപാസ് വരുന്നുണ്ട്. അതിന് വേണ്ടി ഒരു കിണറിൻ്റെ താഴ്ചയിൽ മണ്ണ് മാന്തിക്കണ്. അത് കഴിഞ്ഞ് ആ റോഡ് സ്ട്രേറ്റ് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് അവിടെ ഒരു കലുങ്ക് വന്ന് ഇവിടെ എന്ത് വന്ന് ഒരു അണ്ടർപാസ് വന്ന്, അപ്പോൾ അതിനത്തോളം ലെവലാക്കാൻ വേണ്ടി കട്ട വെച്ച് നോക്കി. ഇനി ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോയിക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ പോകുമ്പോഴത്തേന് കക്കാടെത്താണ്, അവിടെ വീണ്ടും എന്ത് വന്ന് ഓവർപാസ് വന്ന് കുറച്ചും കൂടെ പോയാൽ കോയിച്ചനെത്തി. അപ്പോൾ എന്താ പറയുക, ഈ റിസ്ക് ഒന്നും ആർക്കും വന്നിട്ടില്ല. ഈ ഇടിമിക്കൽ കഴിഞ്ഞാൽ നിങ്ങൾ രാമനാട്ട് ഭാഗത്ത് അങ്ങനെ പോയിക്കണി അവിടെ വന്ന ടീമിനൊന്നും വന്നില്ല, അവിടെയൊക്കെ സ്ട്രെയിറ്റ് റോഡാണ്. പക്ഷേ അവിടുത്തെ കുഴപ്പം എന്താ അറിയോ, ഇപ്പം നമ്മളവിടെ പോയേക്കാണെങ്കിൽ പാലത്തിൻ്റെ പണിക്ക് ഒരുപാട് വാക്കി എടുക്കുന്നുണ്ട്, അതിലൊന്നും പണിക്കാരെ കാണില്ല. പക്ഷേ 90% വർക്ക് തീർന്നെന്ന് വിചാരിക്കാൻ നമ്മൾ ഈ KNRCൻ്റെ റീച്ചിൽ ഏകദേശം അടുത്ത മാസം ഉദ്ഘാടനമാണല്ലോ, ഈ പണിപാടെ കഴിഞ്ഞാൽ ഇവിടെ വർക്ക് പടാപ്പട നടന്നു കൊടുക്കുകയാണ്. എന്നാൽ തീർന്നെന്ന് വിചാരിച്ച ഏരിയയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ, വർക്ക് നടന്നു കൊടുക്കുന്നുണ്ട്, പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ KNRCൻ്റെ മറ്റേ വെള്ളം നിൽക്കുന്നിടത്ത് കോർബിറ്റ് കൊണ്ട് ഓട്ട കുത്തുന്നുണ്ട്, അങ്ങനെ ഓരോ വർക്ക് നടന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ വർക്കിന് നല്ല ഉത്തരവാദിത്തം കൊടുക്കുന്നുണ്ട്, നല്ല നേക്ക് ഫട്ടാഫട്ട് ഫിനിഷിങ് ടീമാണ് KNRCനെ വെല്ലാൻ പറ്റിയൊരു ടീം ഈ പണിയിൽ വേറെ ഇല്ലാതെ ഉറപ്പിച്ചു പറയും. കാരണം ഞാൻ ആ ഭാഗത്തെ കണ്ണൂർ ഭാഗത്തൊക്കെ പണിക്ക് പോയതാണ്, പണിൻ്റെ ഭാഗത്തിന് അടക്കം നോക്കിയപ്പോണ്ട് അവിടെയൊക്കെ പറ്റ ലോ വർക്ക് നടക്കണേ. പക്ഷെ ഇവിടെ വടാപ്പട് വർക്ക് എടുക്കണില്ലേ. ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയോ, ഈ വർക്കിൻ്റെ എഞ്ചിനീയേഴ്സ് മൊത്തം ഔട്ട് ഓഫ് സ്റ്റേറ്റ് പ്ലേസല്ല കളിക്കുന്നത്. അപ്പോൾ ഓൾക്ക് ഇവിടുത്തെ മഴയും ഇവിടെ വെള്ളം കെട്ടിക്കണമെന്ന് അറിയില്ല. ശരിക്കും ഈ മതിൽ കുറച്ചാണ് പൊന്തിയ സമയത്ത് ഇന്നാൾ നല്ലൊരു മഴ പെയ്ത്, ആ മഴ ചെയ്തപ്പോൾ സർവീസ് റോഡിന് വെള്ളം കയറിയില്ലേനോ, വെള്ളം കയറിയിനി. പക്ഷേ ഓലെന്ത് വിചാരിക്കണ അറിയോ, ഓല കട്ട പൊടിഞ്ഞു പോകില്ല. അതായത് ഇളങ്കല്ല് വെച്ച് കണ്ട് ആരും കക്കൂസുമി എടുക്കില്ല. എന്തുകൊണ്ടാണ് കക്കൂസുമിൽ വെള്ളം പറഞ്ഞാൽ ഇളങ്കല്ല് പൊടിന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കട്ടൊക്കെ ഒരിക്കലും എന്ത് വന്നില്ല, പൊടിച്ചിലും ഇതൊന്നും പ്രശ്നം വന്നില്ല, അതിൻ്റെ സ്ട്രെങ്ത്തൊക്കെ ദമ്മനാണ്. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ചതുപ്പുള്ള ഏരിയയിൽ ഇവർക്ക് നല്ല ദമ്മ് ഫൗണ്ടേഷൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഫൗണ്ടേഷൻ സെറ്റാണെങ്കിൽ ഈ കട്ട ടൈമിൽ സെറ്റാണ്. എല്ലാത്തിനും ശാസ്ത്രമുണ്ട്, ഇവർ പഠിച്ച ആൾക്കാരാണ്. പക്ഷേ വേറെ കുഴപ്പമുണ്ട്, അതായത് ഈ നമുക്കെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു മേസരി പണി എടുത്തോണ്ടാണ് ഇത്രയും കാര്യം പറയാൻ കഴിയുന്നത്. കാരണം എന്താ പറയുക, ഞാൻ ഒരുപാട് കെട്ടി ലൈവിൽ ഒളിച്ചുകൊണ്ട് കണ്ടാളാം, കിണറ്റിലൊക്കെ കെട്ടി പാക്കിട്ട് കെട്ടിയിട്ട് ഒരു കിണറിടിയുണ്ട്. കാരണം എന്താ പറയുക, ബാക്കിൽ നിന്ന് ചീടി കൂടെ വെള്ളം ഇറങ്ങിയിട്ടാണ് നമ്മൾ അങ്ങനെയല്ലേ. ഇനി മറ്റൊരു വിഷയം കൂടെ, ഇവർ പുതിയൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ മണ്ണെടുത്ത ഭാഗങ്ങളുണ്ടല്ലോ, അതായത് ഇതിപ്പോൾ ഉയർത്തി വെച്ചിട്ടുണ്ട്, മണ്ണെടുത്ത ഭാഗത്ത് കെട്ടിയ ഭിത്തികളുണ്ടല്ലോ, അത് പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് സിമൻറ്റും മിശ്രിതം കൂടി കയറ്റി വിട്ടിട്ടുള്ളത്. അതിൻ്റെ അവസ്ഥ ഇനി എന്താണെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റൂല. കാരണം മഴ ഇത് ഫസ്റ്റ് ഒരു മഴ പെയ്തിട്ടുള്ളൂ, മഴ തുടർന്ന് 6 മാസത്തോളം മഴ വരാനിരിക്കുകയാണ്.
അപ്പോൾ ആ മഴയത്ത് ഇതെല്ലാം കൂടി എന്താവും, ഈ പോകുന്ന വണ്ടിയുടെ മുകളിലേക്ക് ഒന്നായിട്ട് ഇടിഞ്ഞു വീഴുമോ എന്നുള്ള സംശയം കൂടെ ഇപ്പോൾ നാട്ടുകാരുടെ ഇടയിൽ. കറക്റ്റ് പറഞ്ഞുതരാം. അതായത് KNRസിൻ്റെ പണിയിൽ ഞാൻ കണ്ട 2-3 മിസ്റ്റേക്ക് എന്താ അറിയോ? ഒന്ന്, ഈ പാടത്ത് കട്ട വെച്ച് കെട്ടിയത്. കാരണം കട്ട കൂടുതൽ വീതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ബെൽറ്റ് ഒന്നും കൊടുത്തില്ല. നമ്മുടെ നാട്ടിൽ തന്നെ പറഞ്ഞില്ലേ 1.5 മീറ്റർ കോമ്പൗണ്ടുകൾ കെട്ടാൻ വേണ്ടിയിട്ട് ഈ തർക്കം കൊടുക്കുന്നത് ഒരു ബെൽറ്റ് 4 വരി പഠിക്കും, ബെൽറ്റ് കൊടുക്കും. പിന്നെ അത് മാത്രമല്ല ഒരു കല്ല് ഇങ്ങനെ ഒരു കല്ല് ഇങ്ങനെ ഒയും പാക്കുന്നൊക്കെ അറിയും. അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കാണ് ക്രോസ് ഒക്കെ ചെയ്യുന്നത്. ഇവരെ ധൈര്യം നോക്കിയാണ് ഒറ്റ കല്ലുമേൽ മുകളിൽ വരെ പോയില്ലേ. അപ്പോൾ ഇവർക്ക് അത്രയും കോൺഫിഡൻസ് ആണ് പോയില്ല എന്നുള്ളത്. പക്ഷേ ഇവരെ താളം പോയത് ഈ ഈ ചതുപ്പുള്ളടുത്ത് മാത്രമാണ്. ബാക്കി പറമ്പുണ്ടല്ലോ പാണമ്പറ ചേളാരി ഭാഗത്തുള്ളൊന്നും അവിടെ നിന്ന് ഒന്നുമില്ല. പിന്നെ അറിഞ്ഞ എന്തൊക്കെയാണ് ഇവിടെ തൊട്ട് ആ കാണുന്ന ഏരിയ വരെ ഏകദേശം ഒരു 10-50 മീറ്റർ നീളം വരുന്നുണ്ട്. ഒരു ഫില്ലർ ഇതിൻ്റെ ഇടയുണ്ടോ? ഇല്ലല്ലോ, സ്ട്രെയിറ്റ് വാളാണ്. ഇവിടെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ എല്ലുമ്പാടാണ്ട് പോകും അല്ലേ. പിന്നെ നമ്മൾ വേറെ വിറ്റുണ്ട്. നമ്മളിപ്പോൾ ഈ കിണറ കെട്ടുമ്പോൾ റൗണ്ട് കെട്ട കെട്ടുക, അത് തള്ളൂല ഒരിക്കലും. ഇത് സ്ക്വയർ കെട്ടുമ്പോൾ എന്താ കുഴപ്പം അറിയോ? വെള്ളം ഇറങ്ങിയാൽ എന്തായാലും നമ്മൾ അപകടം പ്രതീക്ഷിക്കണം. മണ്ണിന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിന് നിർത്താനില്ല. നിങ്ങളിപ്പോൾ ഇടിച്ചാൽ മറ്റേ സെറ്റപ്പില്ലേ, ഇതൊക്കെ താൽക്കാലിക മാത്രമാണ്. ഇവിടെ ഇങ്ങനെ വക്കത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 2 HP മോട്ടർ ആ പാടത്തിന് അടിച്ചുകൂടി ഈ ഗ്യാപ്പൊക്കെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഔഷധത്തെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ കാണായും ഈ കട്ട ഇങ്ങനെ പൊടിഞ്ഞിങ്ങനെ പോകണം. മണ്ണിക്ക് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ മുസീബത്ത് തന്നെയാണ്. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിപ്പോൾ കട്ട പരിപാടി ഇതിൻ്റെ അതേപോലെ തന്നെ വേറൊരു സംഭവമാണ് എന്തെന്ന് അറിയാം. ചുമരുമ്മൽ ആ മറ്റേ സിമെൻറ്റ് തൂറ്റിച്ചത്. അതെങ്ങനെയാണെന്നറിയോ? ഏറ്റവും ടോപ്പ് മലപ്പുറം റീച്ചിൽ ഏറ്റവും റെക്കോർഡിൽ മണ്ണ് മാന്തിയ സ്ഥലം ഇവിടെ തുറന്നത് സ്വാഗതമാടാണ്. പിന്നെ കാക്കഞ്ചേരിയൊക്കെ മാന്തിയപ്പോൾ ഒരു കിണറിൻ്റെ താഴ്ച വന്നപ്പോൾ അവിടെ ചീടി കണ്ടിനി അടിയിൽ. കാരണം എന്താ കിണറിൻ്റെ ആയി, കാരണം അതിൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ കിണറൊക്കെ ഇല്ലേ അതേ ആയോ ഉള്ളൂ. പക്ഷേ അവിടെ എന്താക്കിയെന്ന് അറിയാം, വെള്ളം കണ്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഇട്ടുകൊണ്ട് സെറ്റപ്പാക്കിയതിന്. അപ്പോൾ അടിഭാഗത്ത് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ചോദ്യം എന്ന് വെച്ചാൽ ചുമരില്ല. ഈ ചുമര് കുറച്ച് കഴിഞ്ഞാൽ 5-6 മഴമ്പാട ചെയ്താൽ ഒരു പിടുത്തമില്ല. ജനങ്ങളൊക്കെ അടിയിൽ ചളിവിളിയായാലും കുഴപ്പമില്ല. കാരണം അടിയിൽ ചളിവിളിയായാലും നമുക്ക് കുഴപ്പമില്ല. ഇതിൻ്റെ കുഴപ്പം എന്താ അറിയോ? ഇത് കട്ട വെച്ചുകാണ്ട് ഉയർത്തി അവിടെ എന്ന് പറഞ്ഞാൽ ചുമര് മണ്ണില്ലേ പക്ക ചീടി മണ്ണിൻ്റെ മുകളിൽ കമ്പി കയറ്റിയിട്ട് നല്ല തിക്നെസ് ഉള്ള നെറ്റ് അടിച്ചിട്ട് ഓല എന്താക്കിട്ടെന്ന് അറിയാം, ഒരു ഓട്ട കുത്തിയിട്ട് ആ ഓട്ടയ്ക്ക് പൈപ്പ് ഓട്ടകളെ കയറ്റിച്ച് കളി. എന്നിട്ട് ഈ ഭൂമി വലിക്കുന്ന വെള്ളം മൊത്തം ഓട്ടയെ കൂടെ റൂട്ട് നമുക്ക് ചാടുമല്ലോ. ഞാനൊക്കെ വീഡിയോ എടുത്ത ആളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പോലെ എന്ത് ചെയ്തിട്ട് നല്ല സ്പ്രേ ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിട്ടാണ്. കാണാൻ നല്ല നുക്കാണ്. പക്ഷെ എന്താ കുഴപ്പം അറിയോ? നമ്മളെ നാട്ടിലെ ഈ 6 മാസത്തെ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റേറ്റിനും പോലെ അതാണ് 6 മാസം. അതിനെ കുറിച്ച് അവർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. മറ്റെവിടെന്നോ വന്ന എഞ്ചിനീയേഴ്സ് ആവും ചിലപ്പോൾ ഈ വർക്കുകൾ ഇവിടെ തെലങ്കാന ആ ഭാഗത്തുള്ള ആൾക്കാരല്ലേ. അവിടെ മഴ ഇല്ലാതാവുമ്പോൾ അവർക്ക് നമുക്കൊരു കാര്യം ഇവിടെ പറയാണ്ട്. അതായത് ഈ കൂരിയാട് പാടത്ത് കട്ട കുറച്ച് ഇടിഞ്ഞ് വീണെന്ന് വിചാരിച്ചിട്ട് എല്ലായിടത്തും കട്ട കെട്ടിയോടത്തൊന്നും ഇങ്ങനെ വികുന്ന് അതൊന്നും പറ്റൂല. ഇവിടെ ഓറ് വരുന്ന സ്ഥലമാണ്. നമ്മൾ മറ്റേ ഒന്നും വേണ്ട പുഴയിലുണ്ടല്ലോ, പുഴയിൽ ഒരു ഫില്ലർ വാർക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഒരു സ്പെഷ്യൽ വർക്ക് ഉണ്ട്. വെള്ളം പൊടിച്ചിരുത്തിക്കാണ്ട് അതിക്ക് സ്ട്രോങ് ഉള്ള സിമെന്റ് അടി, ഏതൊരു സ്പെഷ്യൽ സിമെന്റ് തന്നെ അതിൽ ആഡ് ചെയ്യണത്. അപ്പോൾ അതേ സിമെന്റ് അല്ലേ വാർപ്പന്മാർക്ക് എടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ വെള്ളം കെട്ടിയിരുത്തിയതിന് ധാര കെട്ടിയിരിച്ചോളി. പിന്നെ കുറച്ച് നേരം വെള്ളം തെമ്പ് പൊന്തുമ്പോൾ എന്താ പറയുക, ഇതൊക്കെ എങ്ങനെ എന്താവും ആയിക്കോടൊക്കെ അത് ഇരിക്കും. മണ്ണ് നല്ല ലൂസായിട്ട് ധാരി കാടുമ്പോഴൊക്കെ ആയിട്ട് ഇരിക്കും അവിടെ. അതായത് വെള്ളം എന്ന് പറഞ്ഞ സാധനം ഒരു ഡേഞ്ചർ സാധനം തന്നെയാണ്. അത് വിചാരിച്ച മരുന്നല്ല. അത് ഇവർക്ക് ഇനി ഈ റോഡ് പണിക്കാർ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി